അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ വേറൊരു വിഷയവുമായി വരാനിരുന്നതായിരുന്നു. എൻ്റെ ഒരു വിദ്യാർത്ഥി വഖഫ് ബോർഡിനെ കുറിച്ച് ചില സംശയങ്ങൾ തീർത്തു തരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വിഷയവുമായിട്ട് വരുന്നത്. ഇതൊരു വലിയ വാസ്റ്റ് വിഷയമാണ്. കേവലം 5-10 മിനിറ്റ് കൊണ്ട് ഒതുങ്ങുന്നതുമല്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടും ഈ വിഷയത്തിൽ ഒരുപാട് ആൾക്കാർ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം പഠിച്ചത്. എന്നിരുന്നാലും ചില സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ വരുന്നത്. വഖഫ് പ്രശ്നത്തിൽ പാലക്കാട് ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവ് ഇത്രയും കാലം കോൺഗ്രസിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് BJP-യിലേക്ക് പോകാൻ കാരണം പറഞ്ഞത് വഖഫിൽ സ്വത്ത് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ വഖഫിൽ സ്വത്ത് നഷ്ടപ്പെടുമെന്ന് പറയുന്നവരോട് പറയാനുള്ളത്, വഖഫ് ചെയ്ത മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഭൂമി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഭൂമി ആവശ്യപ്പെട്ട ചരിത്രം ഒരു വാർത്ത നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. മറിച്ച് മുസ്ലിങ്ങൾ ആരാധിച്ച 400 കൊല്ലത്തോളം മുസ്ലിങ്ങൾ നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ ആരാധിച്ച പള്ളികൾ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ നീതിപീഠവും പട്ടാളവും ഭരണകൂടവും എല്ലാം നോക്കി നിൽക്കെ പരസ്യമായി പൊളിക്കുകയും അവിടെ ക്ഷേത്രം പണിയുകയും ചെയ്തത് മുസ്ലിങ്ങളാണോ? ആരാധനാലയം പണിതത് മുസ്ലിങ്ങളാണോ? ആ ഭരണകൂടമല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ആ പള്ളി പൊളിച്ചവരല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. മറിച്ച് ഏതെങ്കിലും ഒരു അമ്പലം മുസ്ലിങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വത്ത് മുസ്ലിങ്ങളുടേതാണ്, അത് വഖഫ് സ്വത്താണെന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മുനമ്പത്തെ പ്രശ്നം തന്നെ മുസ്ലിം സംഘടനകൾ ഉണ്ടാക്കിയതല്ലല്ലോ. ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന പറഞ്ഞതല്ലല്ലോ. അത് ഭരിക്കുന്ന സർക്കാർ അതിൻ്റെ നോട്ടീസ് അയച്ചു. ആ ഭരിക്കുന്ന സർക്കാരുകളെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത് മുസ്ലിം സംഘടനകളല്ലല്ലോ. സമസ്ത കേരളയുടേതയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെയോ ഓഫീസുകളിൽ നിന്ന് അയക്കുന്നവരല്ലല്ലോ വഖഫ് ബോർഡ് ഭരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ. ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്ന, ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് വഖഫ് ബോർഡും ദേവസ്വം ബോർഡും ഭരിക്കുന്നത്. രണ്ടാമതൊരു പ്രമുഖ കോൺഗ്രസ് നേതാവ്, കേരള മുഖ്യമന്ത്രിയുടെ മകള് പറഞ്ഞത്, എനിക്ക് ചന്ദനക്കുറി തൊടാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല, സ്വതന്ത്രമായി ചന്ദനക്കുറി തൊട്ടത് കോൺഗ്രസ് വിട്ടതിന് ശേഷമാണ്. ചന്ദനക്കുറി തൊട്ട KG അടിയോടിയെയും തൊപ്പിയും താടിയും വെച്ച ബാവ ഹാജി മത്സരിച്ച കോഴിക്കോട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചന്ദനക്കുറി തൊട്ട KG അടിയോടിയെ വിജയിപ്പിച്ചവരാണ് മുസ്ലിങ്ങൾ. അന്ന് ചന്ദനക്കുറി ഒരു തടസ്സമായിരുന്നില്ല. തൊപ്പിയും തലപ്പാവിനേക്കാൾ രാഷ്ട്രീയമായി കണ്ടവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ചന്ദനക്കുറി വെച്ച രാഹുൽ ഗാന്ധിയെയും രാജീവ് ഗാന്ധിക്കും വോട്ട് ചെയ്തവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അവിടെ തൊപ്പിയും തലപ്പാവും അവിടെ പ്രശ്നമായിരുന്നില്ല. ചന്ദനക്കുറി വെച്ച എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരെ മുസ്ലിങ്ങൾ ആത്മാർത്ഥമായി വോട്ട് ചെയ്തിട്ടുണ്ട്, രാവും പകലും പ്രവർത്തിച്ചിട്ട് വിജയിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ചന്ദനക്കുറി വെക്കുകയും നിത്യേന അമ്പലത്തിൽ പോകുന്ന ദൈവവിശ്വാസിയായ രാമറായിയെ വിജയിപ്പിച്ചിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് അന്ന് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി സംഘി നേതാവായ ഒ രാജഗോപാലായിരുന്നു. എതിരാളിയായിട്ട് നിരീശ്വരവാദിയായ രാമണറായി ആയിരുന്നു. എന്നിട്ട് സംഘി നേതാവായ ഒ രാജഗോപാലിനാണ് കാസർഗോഡ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത്. മുസ്ലിങ്ങൾ വിശ്വസിച്ചവരെ ചതിക്കാറില്ല. അതുതന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത തിരൂരങ്ങാടിയിൽ ഇസ്ഹാഖ് നബിയുടെ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് AK ആൻ്റണിയെയും വിജയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി വിടണമെങ്കിൽ അതിൻ്റേതായ കാരണങ്ങൾ കൊണ്ട് വിട്ടോളൂ, ആരും എതിരല്ല. ഒരാൾക്ക് ഏത് പാർട്ടിയിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷെ പോകുന്ന പോക്കിൽ മുസ്ലിം സമുദായത്തിന് ഒരു കൊട്ടുകൊട്ടി BJPയിൽ ഒരാളാവാൻ വേണ്ടി, സംഘപരിവാരത്തിൽ ഒരാൾ പ്രശസ്തി കിട്ടാൻ വേണ്ടി സമുദായത്തിൻ്റെ മേക്കിട്ട് കയറുന്ന ഒരവസ്ഥ വളരെ വേദനാജനകമാണ്. നട്ടാൽ മുളക്കാത്ത നുണകളാണ് ഈ കൂട്ടർ പടച്ചുവിടുന്നത്. ഗീബൽസിനെ പോലും തോൽപ്പിക്കുന്ന നുണകളാണ് ഈ കൂട്ടർ പടച്ചുവിടുന്നത്. ലവ് ജിഹാദ് കത്തിച്ച ഒരു പത്രപ്രവർത്തകൻ്റെ പോസ്റ്റ് ഇന്ന് കണ്ടു. പ്രിയങ്ക ഗാന്ധിയുടെ മൂക്കും നെറ്റിയും നോക്കിയാൽ വീടും പറമ്പും പോകുമെന്നാണ് ഈ BJP സംഘപരിവാർ പത്രപ്രവർത്തകൻ പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യണോ വേണ്ടേ എന്ന ഓരോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും അഭിപ്രായം അനുസരിച്ചാണ് ചെയ്യുന്നത്. ചെയ്യണമെന്ന് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് വഖഫിനെ കുറിച്ച് ചർച്ച വരുന്നത്. വഖഫ് എന്നാൽ ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെക്ക് ഉണ്ടാവുന്ന സ്വത്തുക്കളിൽ മക്കൾക്കെല്ലാം കഴിച്ച്, കുടുംബത്തിനൊക്കെ കഴിച്ച്, നല്ലൊരു ആവശ്യത്തിന് വേണ്ടി പള്ളിക്ക്, അള്ളാഹുവിന് വേണ്ടി നീക്കി വെക്കുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഈ വഖഫ് ഭൂമികൾ വഖഫ് നിയമപ്രകാരം 1954 ആദ്യമായി വഖഫ് നിയമം സ്വതന്ത്ര ഇന്ത്യയിൽ വരുന്നത്. 56 54 ആണെന്ന് തോന്നുന്നു. അതിനുശേഷം 2013 അത് അമെൻമെൻ്റായിട്ട് 2013 വഖഫ് നിയമം വരുന്നത്. വഖഫ് നിയമം അനുസരിച്ചിട്ട് വഖഫ് ചെയ്ത ഭൂമി വിൽക്കാനോ വാങ്ങാനോ പാടില്ല. ഇതാണ് വഖഫിൻ്റെ നിയമങ്ങൾ പറയുന്നത്. വഖഫ് ചെയ്യുന്നവർ ഒരാൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ എനിക്കറിയാവുന്ന സ്ഥലത്ത്, എൻ്റെ നാട്ടിൽ തന്നെ അമ്പലത്തിനും പള്ളിക്കും വഖഫ് ചെയ്തിട്ടുണ്ട്. ചില തറവാട്ടുകാർ പള്ളിക്ക് വഖഫ് ചെയ്തപ്പോൾ ചില തറവാട്ടുകാർ മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ അമ്പലത്തിനും സ്വത്ത് വഖഫ് ചെയ്തവരാണ്. അവരാരും തന്നെ ഞങ്ങളുടെ സ്വത്തുക്കൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് കൃത്രിമ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ വഖഫ് ചെയ്ത ഭൂമികൾ അന്ന് ഓൺലൈൻ സിസ്റ്റമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തങ്ങളുടേതാക്കി അത് മറിച്ച് വിറ്റിട്ട് പിന്നീട് അതിൻ്റെ അടിയാധാരം അന്വേഷിക്കുമ്പോൾ അത് വഖഫ് ഭൂമിയാണെന്ന് അറിഞ്ഞാലാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഏതെങ്കിലും ഒരു ഭൂമി, ആരുടെയെങ്കിലും രേഖയുള്ള ഭൂമി 1954 വരെയുള്ള രേഖകൾ കിട്ടാൻ ഇന്ന് പ്രയാസമില്ല. അതിനു മുമ്പുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള വഖഫ് നിയമത്തിനനുസരിച്ചിട്ട് രേഖകൾ കിട്ടാൻ ഇന്ന് പ്രയാസമില്ല. നൂറ്റാണ്ടുകളുള്ള രേഖകൾ ഇന്ന് അവൈലബിൾ ആണ്. അത്തരം രേഖകൾ ഇന്ന് കിട്ടാൻ യാതൊരു പ്രയാസമില്ല. ഈ വഖഫ് നിയമം സുൽത്താൻ ഭരണകാലത്ത് മുതലേ ഇന്ത്യയിലുള്ളതാണ്. അതിനുശേഷം മുഗളന്മാരുടെ കാലത്തും വഖഫ് നിയമങ്ങളുണ്ട്. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് മുസ്ലിം വഖഫ് ലോ എന്ന് പറഞ്ഞിട്ട് ലോ ഉണ്ടായിട്ടുണ്ട്. ഈ വഖഫ് ലോയിൽ ഒരാൾ വഖഫ് ചെയ്ത ഭൂമി മറ്റൊരാൾക്ക് വിൽക്കാൻ പാടില്ല, കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നത് അലിഖിത നിയമമാണ്. അതേസമയം ഇവർ പ്രചരിപ്പിക്കുന്നത് ഏത് ഭൂമി നാളെ ഇന്ത്യൻ പാർലമെൻറ്റ് വഖഫ് ചെയ്താന്ന് ഒരാൾ പറഞ്ഞാൽ അത് വിട്ടുകൊടുക്കണം, അവർക്ക് കോടതിയിൽ പോകാൻ കഴിയില്ല. എത്രമാത്രം നുണകളാണ് ഇവർ പടഞ്ഞു വിടുന്നത്. രേഖയും ആധികാരികമുള്ള ഒരു സ്വത്തുക്കൾ എങ്ങനെയാണ് വഖഫ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്? ഇവിടെ കോടതിയും ഭരണകൂടവും ഇല്ലേ? ഇതൊന്നും അറിയാതെ സമൂഹത്തിൽ വഖഫ് ഭീകരത എന്ന് പറഞ്ഞുകൊണ്ട്, ലവ് ജിഹാദ് ഭീകരത പോലെ നാർക്കോട്ടിക് ഭീകരത എന്ന് പറഞ്ഞ് പരിചരിച്ച് ഇതൊന്നും നടക്കാതെയാണ് ഇപ്പോഴും വഖഫ് ഭീകരത എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് അവർ പറയുന്ന നുണകളിലൊന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് വഖഫ് ബോർഡിനാണ്. പച്ച നുണയാണത്. ഒന്നാമത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് ഇന്ത്യൻ ഭരണകൂടം കഴിഞ്ഞാൽ കത്തോലിക്ക സഭക്കാണ്. ഇന്ത്യൻ കാത്തലിക് മിഷനാണ് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത്. തിരുവനന്തപുരത്ത് അനന്തപത്മനാഭനേക്കാൾ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ളത് കത്തോലിക്ക സഭയാണ്. തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലങ്ങളെല്ലാം കത്തോലിക്ക സഭയുടെ, ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്. ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ളത് ക്രിസ്ത്യൻ സഭകളാണ്. ഇപ്പോഴും കേസ് നടന്നിട്ട് കേസ് വിധിയായ ബാവാകക്ഷി, മൈത്രാൻ കക്ഷി എന്ന ക്രിസ്ത്യൻ സഭകളുടെ പ്രശ്നത്തിൽ സുപ്രീം കോടതി മൈത്രാൻ കക്ഷിക്ക് അനുകൂലമായിട്ട് വിധിച്ചെങ്കിൽ പോലും കോടിക്കണക്കിന് സ്വത്തുക്കൾ വിട്ടുകൊടുക്കാൻ ബാവാകക്ഷികൾ തയ്യാറാകുന്നില്ല. അവർ ആത്മഹത്യാ ഭീഷണിയുമായി നിന്നപ്പോൾ ബാവാകക്ഷിയോട് അനുകൂലമുള്ള പിണറായി സർക്കാർ തൽക്കാലം മൗനം പാലിക്കുകയാണ്. ആ കോടതി വിധി നടപ്പിലാക്കാതെ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ആ കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതാണ് വാസ്തവം. വാസ്തവം ഇങ്ങനെയായിരിക്കെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്
നട്ടാൽ നുണക്കാത്ത നുണകളാണ് ഇത്തരം കൂട്ടർ പറഞ്ഞു വിടുന്നത്. ഇവിടെ മുനമ്പം പ്രശ്നം ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ ഉന്നയിച്ചതല്ല. ഏതെങ്കിലും മുസ്ലിം അവരോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടില്ല. അവരുടെ ഭൂമി അതിന് പകരം മുസ്ലിം സംഘടനകളൊക്കെ പറഞ്ഞത് അത് രേഖാമൂലം ആരെങ്കിലും സ്വത്ത് അറിയാതെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെയാണ്. പക്ഷെ ഇവിടെ മുനമ്പത്ത് കുടിയേറിയ റിസോർട്ട് മാഫിയകൾ, ക്രിസ്ത്യൻ പള്ളികൾ, ചർച്ചുകൾ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ, ഇവരാണ് ഈ പാവങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് ഇവിടെ കേരളത്തിൽ വർഗീയത പരത്തുന്നത്. അതൊരു വോട്ട് ബാങ്കാക്കി മാറ്റാമെന്നാണ് നോക്കുകയാണ് BJPയും സംഘപരിവാറും ചില സംഘടനകളും ഈ കൂട്ടത്തിൽ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആണ് ഇവരുടെ ചർച്ചകൾ ചെയ്യുന്നത്. വഖഫ് ബോർഡ്, അതുപോലെ മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയമായിരുന്നു ചർച്ച് ആക്ട്. അതായത് ചർച്ചിൻ്റെ സ്വത്തുക്കൾ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം. അവർക്ക് കിട്ടുന്ന വരുമാനങ്ങൾക്ക് ടാക്സ് അടക്കണം. ഇന്ന് അവർക്ക് കിട്ടുന്ന വരുമാനങ്ങൾക്ക് ടാക്സ് ഇല്ല. ഈ അടുത്ത കാലത്താണ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നത്. പള്ളിയിൽ അച്ഛന്മാർ വാങ്ങുന്ന ശമ്പളങ്ങൾ, അതായത് ഇൻകം ടാക്സ് കൊടുക്കണം. അവർ ഇൻകം ടാക്സ് കൊടുക്കാതെ ഒഴിവാകാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് ഹർജി പോയെങ്കിലും സുപ്രീം കോടതി അത് തള്ളി. കാരണം പള്ളിയിൽ അച്ഛന്മാർ അധ്യാപകന്മാരായിട്ടും ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഓഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞവർ ദേവസ്വം ബോർഡിൻ്റെയും ചർച്ചിൻ്റെയും പള്ളികളുടെയും സ്വത്തുക്കളൊന്ന് ഓഡിറ്റ് ചെയ്യട്ടെ. ഈ സ്വത്തുക്കൾ ഓഡിറ്റ് ചെയ്തിട്ട് അത് ഗവൺമെൻറ്റിന് അടക്കേണ്ടതാണെങ്കിൽ അവരടക്കട്ടെ. അത് പറയാനുള്ള ഈ ചർച്ച് ആക്ട് ബില്ല് തന്നെ പലതവണ പാർലമെൻറ്റിൽ ജോർജ് ഫ്രണ്ടാണസ് എന്ന ജനതാ പാർട്ടി നേതാവിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യയിലെ ക്രിസ്ത്യൻ ലോബികൾ അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഗോവയിലെയും കേരളത്തിലെയും ചർച്ചുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ചർച്ച് ആക്ട് നടപ്പിലാക്കണമെന്ന് പറയാൻ BJPക്ക് ധൈര്യമുണ്ടോ? ഇല്ല, BJP പറയില്ല. കാരണം എന്താണ്? ഇന്ന് BJPക്ക് കേരളത്തിൽ വേരുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ട് കിട്ടണം. ഈ നാർക്കോട്ടിക് ജിഹാദ് പോലെ, ലവ് ജിഹാദ് പോലെ ഇല്ലാത്ത നുണകൾ പഠിച്ചുകൊണ്ടാണ് ഈ വഖഫിൻ്റെ ചർച്ചകൾ ഈ കേരളത്തിൽ നടത്തുന്നത്. കേരളത്തിലൊരു ഭൂമിയും ഇന്നേ വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഭൂമി വഖഫിൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ല. മറിച്ച് പിന്നീടൊരു ചോദ്യം വരുന്നത്, ഒരാൾ ഭൂമി വാങ്ങുമ്പോൾ ഈ ഭൂമി വഖഫിൻ്റേതല്ല എന്ന് എങ്ങനെ അറിയുമെന്ന്. ഒരാളുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ള സിസ്റ്റം ഇന്ന് ഇന്ത്യ രാജ്യത്ത് അവൈലബിൾ ആണ്. രജിസ്റ്റർ ഓഫീസിൽ ലാൻഡ് ആക്ഷൻ അനുസരിച്ചിട്ട് അത് തയ്യാറാണ്. അതനുസരിച്ച് കൊണ്ട് ഒരാളുടെ ഭൂമി അത് വഖഫാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഇതുണ്ട്. വഖഫിൽ ഒരാൾ ഭൂമി രജിസ്റ്റർ ചെയ്താൽ, വഖഫായിട്ട് രജിസ്റ്റർ ചെയ്താലാണ് അത് വഖഫായ ഭൂമിയാണ്. മുമ്പൊക്കെ വാക്കാൽ പറഞ്ഞതായിരുന്നു, എൻ്റെ ഇത്ര സ്ഥലം ഞാൻ വഖഫ് ചെയ്തിരുന്നു. പക്ഷെ അത് 1954 ശേഷം അത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിയമം വന്നതോടുകൂടി എല്ലാ പള്ളികളും അത് അവർക്ക് കിട്ടിയ വഖഫിൻ്റെ ഒക്കെ അതാത് തറവാട്ടിലെ ആൾക്കാരുമായി സംസാരിച്ചുകൊണ്ട് അത് വഖഫ് ചെയ്തിട്ടുണ്ട്. ആ പള്ളികളുടെയും അമ്പലങ്ങളുടേതും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അത്തരം ഭൂമികൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വാങ്ങുക? എങ്ങനെയാണ് മറ്റുള്ള ഒരാളുടെ ഭൂമി എൻ്റെ ഭൂമിയാണെന്ന് പറയുക? ഇത്രയും നുണകൾ പറയുമ്പോൾ സാധാരണക്കാർ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ വീടും പറമ്പും പോവും, ഇന്ത്യ രാജ്യത്ത് ഈ സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് വീടും പറമ്പും പോവും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ധ്രുവീകരണം നടത്തുന്ന ഈ കൂട്ടർ രാജ്യത്തെ കുട്ടിച്ചോറാക്കുകയാണെന്ന് പറയാതെ വയ്യ. വാഹിർ ദഹ്വാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വിഷയത്തിൽ ചർച്ച വന്നാൽ മറുപടി പറയാം. ജസാക്കല്ലാഹ്.